ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിങ് അടുത്തു അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ പേപ്പറും. അപ്പോൾ ജനറൽ പേപ്പറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് റൈറ്റ് ടു ഇക്വാളിറ്റി? റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, അതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? അത് ഏതാണ്? ആർട്ടിക്കിൾ 14 അപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? നമ്മൾ ഓരോ രാജ്യത്തു നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് USA നിന്നാണ് എടുത്തിരിക്കുന്നത്. USA. അപ്പോൾ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? നമുക്ക് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ 6 എണ്ണമാണുള്ളത് അല്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്ത് മാറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ എന്ത് റൈറ്റ് ആണ്? ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് റൈറ്റ് ടു ഇക്വാളിറ്റി? റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അല്ലെ? ആർട്ടിക്കിൾ 14. ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആ ഒരു ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന 2 പദവികളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ പ്രസിഡന്റും അതുപോലെ ഗവർണർക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈസ് മെൻഷൻഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇസ് മെൻഷൻഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19. അപ്പൊ ആർട്ടിക്കിൾ 19 എത്ര ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്? 6 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? 6 ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൗലികാവകാശ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഭേദഗതി എന്തെങ്കിലും അമെന്റ്മെന്റ് നടത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അമെന്റ്മെന്റ് നടത്താൻ അധികാരമുള്ളത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലേ ഉള്ളത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എമർജൻസി ടൈമിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഒന്നും കൂടാതെ തന്നെ സ്വാഭാവികമായിട്ടും റദ്ദ് ചെയ്യുന്ന മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 19 പറയുന്ന 6 ഫ്രീഡമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 23 ചൂഷണത്തിനെതിരായ അവകാശം അല്ലെ? ആർട്ടിക്കിൾ 23. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് ഭാഗത്താണ് കിടക്കുന്നത്? ഏത് ഭാഗമാണ്? പാർട്ട് 3 ആണ് അല്ലെ? ഭരണഘടനയുടെ പാർട്ട് 3 ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലിക അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെ? റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. അതുപോലെ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 3ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നു. പിന്നെ അടുത്ത ഏതാണ്? റൈറ്റ് ടു റിലീജിയൻ അല്ലെ? അടുത്തത് റൈറ്റ് ടു റിലീജിയനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയനെ കുറിച്ച് പറയുന്നു. അതുപോലെ പിന്നെ അടുത്ത എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ഏതാണ്? ഫസ്റ്റ് റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ്. അതുപോലെ റൈറ്റ് ടു റിലീജിയൻ 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയൻ. അതുപോലെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29 മുതൽ
30 വരെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റീഷ്യബിൾ ആണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. ഒരു പൗരന് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ആരെ സമീപിക്കാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ പറ്റും. ഏതൊക്കെ കോടതികളെ സമീപിക്കാൻ പറ്റും? സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമേ സമീപിക്കാൻ പറ്റൂ. ബാക്കി എല്ലാ കോടതികളെയും സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സുപ്രീം കോടതി ഹൈക്കോടതി മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലെ. മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. അതുപോലെ സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഏതിനാണ്? സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32. അതുപോലെ ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് അധികാരം നൽകുന്നു. നമ്മളിവിടെ സെറ്റ് എക്സാമിന് വേണ്ടി നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിൽ സെറ്റിന് വേണ്ടിയുള്ളൂ. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ട്സ് ഉണ്ടാവും. പിന്നെ നമുക്കറിയാം നമ്മൾ എക്സാം എഴുതി നോക്കിയാലേ ആ ഒരു എക്സാമിന് സ്പീഡൊക്കെ കിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരുപാട് എക്സാം എഴുതി നോക്കിക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെന്റർ ഉണ്ടായിരിക്കും. ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മളൊരു 60 days ടൈം ടേബിളിന്റെ ബേസിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 60 daysനുള്ളിൽ നിങ്ങളെ എല്ലാ പോർഷൻസ് കവർ ചെയ്യുന്ന വിധത്തിൽ എക്സാമിന് പ്രാപ്തരാക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ റെക്കോർഡ് ക്ലാസ്സിനൊക്കെ പുറമെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സൗകര്യം പോലെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ലൈവിൻ്റെയൊക്കെ റെക്കോർഡ് ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ആ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്? എല്ലാത്തിനും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിന് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? സെറ്റിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജനറൽ പേപ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ജനറൽ പേപ്പറിനും ഒരുപാട് സബ്ജക്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം എന്ത് ചെയ്യുക? നമ്മൾ ജനറൽ പേപ്പറും പഠിക്കാൻ. അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9746455514 അപ്പോൾ 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾ എൻഷുവേഴ്സ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ എൻഷുവേഴ്സ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്കറിയാം. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ് വരുന്നത്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ കൂടിയാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൽ എന്താ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഈ ആർട്ടിക്കിൾ 21A ആണ് അല്ലേ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഏത് അമെൻമെന്റിൽ കൂടിയാണ് ഈ ആർട്ടിക്കിൾ 21A നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ കൂടിയാണ് ആർട്ടിക്കിൾ 21A നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതിൽ എന്താ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നു. ഓക്കെ, അത് ഏത് ഭാഗത്താണ് കിടക്കുന്നത്? ഏത് ഭാഗത്താണ്? നമ്മുടെ ഫ്രീഡത്തിന്റെ ഭാഗത്താണ് കിടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇസ് പ്രൊവൈഡഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 32 ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആ ഒരു ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 ആണ്. അടുത്തത് വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുവേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി? ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് അല്ലേ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അടിയന്തരാവസ്ഥ സമയത്ത് എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു. അപ്പം രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ സ്വാഭാവികമായിട്ടും റദ്ദ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 19 പറയുന്ന 6 ഫ്രീഡം. എന്നാൽ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത, സസ്പെൻഡ് ചെയ്യാത്ത ആർട്ടിക്കിൾ ഉണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20 21 എന്താണ്? അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഓക്കെ. Which article provides protection against arrest and detention in certain cases? ഏത് ആർട്ടിക്കിൾ ആണ്? വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ സർട്ടൻ കേസ്? ആർട്ടിക്കിൾ 22 ആണ് അല്ലെ. കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 22 ആണ്. അപ്പൊ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. അതുപോലെ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്ത ഒരാളെ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയുടെ മുന്നിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതുപോലെ തന്നെ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര നാൾ വരെ തടവിൽ വെക്കാൻ കഴിയും? 3 മാസം വരെ തടവിൽ വെക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിൾ ആണ് റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 25 ആണ്. ഓക്കെ. വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഫോം ഓഫ് അസോസിയേഷൻ ഓർ യൂണിയൻസ്? അപ്പോൾ നമ്മളിത് ആ ഫ്രീഡത്തിൽ വരുന്നതാണ് അല്ലേ. ആർട്ടിക്കിൾ 19 എന്ത് പറയുന്നത്? ഒരു വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആശയ പ്രകടനത്തിനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുന്നതിനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ എവിടെ താമസിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അതുപോലെ ആയുധങ്ങളില്ലാതെ സമ്മേളിക്കുന്നതിനുള്ള അധികാരമുണ്ട്. അസോസിയേഷനുകൾ, യൂണിയനുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഫോം ഓഫ് അസോസിയേഷൻ ഓർ യൂണിയൻസ്? ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷനിലാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിൾ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ആർട്ടിക്കിൾ 21A. അപ്പം അത് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിലാണ് വരുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏത് കാറ്റഗറിയിലാണ്? റൈറ്റ് ടു ഫ്രീഡത്തിലാണ് വരുന്നത്. ഏതിലാണ്? റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ. അടുത്തത്, വിച്ച് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി, വിച്ച് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി? ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 17 ആണ് അല്ലെ. ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അയിത്ത നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അതുപോലെ മഹാത്മാഗാന്ധി KJ എന്ന് പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 17 ആണ്. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി? ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 17. അടുത്തത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്ലൂഡ്സ് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ മെൻഷൻ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏതാണ്? ആർട്ടിക്കിൾ 23 ആണ്. ഓക്കെ. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്ലൂഡ്സ് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഏതാണ് ഫോഴ്സ്ഡ് ലേബർ? മെൻഷൻ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 23. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഈസ് റിഗാർഡിംഗ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്? പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഇക്വാളിറ്റി കൊടുക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 16. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളൊക്കെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ബാച്ച് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 9746455514 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്